കലുങ്ക് സംവാദം സൗഹൃദവേദിയാണെന്നും അതിന്റെ പൊലിമ കെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വേലായുധൻ എന്നയാളുടെ നിവേദനം നിരസിച്ചത് കൈപ്പിഴ സംഭവിച്ചതാണ് എന്നും അത് ഉയർത്തിക്കാട്ടി എതിർക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. 14 ജില്ലകളിലും പോകുമെന്നും തടയാൻ ആർക്കും പറ്റില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൊടുങ്ങല്ലൂരിലാണ് സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സഭ നടക്കുന്നത്. ഇതിന് ഞാൻ 14 ജില്ലയിലേക്കും പോകുന്നുണ്ട്. ഇത് തടയാൻ ആർക്കും പറ്റില്ല. ഇതൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക്, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എന്റെ അവകാശമാണ്. ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ അവിടെ ഇവിടെയും തന്നെയും തെറിച്ച് കിടക്കുന്ന ചില കൈപ്പിഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കണ്ട, നടക്കില്ല കേട്ടോ. അതിനൊക്കെയുള്ള ചങ്കുറപ്പ് ഭരചന്ദ്രനുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് ഉണ്ട്. ഇയാള് സിനിമയിൽ നിറങ്ങിയിട്ടില്ല, അതാണ് വേറൊരു. എന്തിന് സിനിമയിൽ നിറങ്ങണം? സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച് ആ പടം 100 ദിവസമൊക്കെ അന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം അതാണ്. സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല. രാഗിൻ ചേർന്നു വിവരങ്ങളുമായി. രാഗിൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ സിനിമയിൽ നിന്ന് ഇറങ്ങണം, സിനിമയിൽ തന്നെ തുടരുന്നു എന്ന് പറയുന്നതിനും ചുട്ട മറുപടിയൊക്കെ നൽകിയിട്ടുണ്ട് സുരേഷ് ഗോപി. മറ്റെന്തൊക്കെ പറഞ്ഞു? വിവരങ്ങൾ എന്തൊക്കെ? കൊടുങ്ങല്ലൂരിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലുള്ള കലുങ്ക് സൗഹൃദ സംവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നേരത്തെ മറ്റൊരു സ്ഥലത്ത്, അതായത് ചേർപ്പിൽ ഒരു നിവേദനവുമായി കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എത്തുന്നു. പക്ഷേ ആ നിവേദനം സ്വീകരിക്കുന്നില്ല. അത് സംബന്ധിച്ചുള്ള വലിയ വിവാദമുണ്ടായിരുന്നു. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പശ്ചാത്തലത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഇന്നത്തെ പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് അവിടെ ഇവിടെയും തെന്നിത്തെറിച്ച് കിടക്കുന്ന ചില കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി ഇത് തടയാൻ ആർക്കും പറ്റില്ല എന്നതാണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് കൈപ്പിഴ എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു. ഇതൊരു തീഗോളമാണ്. തീഗോളം ഒരു കാരണവശാലും തടയാൻ കഴിയില്ല. 14 ജില്ലകളിലും പോകും എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒരു ചേട്ടന് വീട് കിട്ടിയാലോ അതിൽ സന്തോഷം. ഇനിയും അത്തരം ആളുകളെ അങ്ങോട്ടയക്കും. പാർട്ടി നേരത്തെ CPM അദ്ദേഹത്തിന് വീട് വെച്ച് നൽകും എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു വേദിയിലാണ് സുരേഷ് ഗോപി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. രാഗിനാണ് വിശദവിവരങ്ങൾ നൽകിയത്.